ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജൂലാപ്പും അതുപോലെ തന്നെ ടോപ്പോയിൽ ഓൾമോസ്റ്റ് മലയാളീസും പഠിക്കുന്ന സെൻറ്റ് പാട്രിക് സ്കൂളിലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ഈ ഒരു സെലിബ്രേഷൻ കാണാനായിട്ട് കുറച്ച് പാരൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഞങ്ങളെല്ലാം പ്രസൻ്റ് ആണ്. സ്റ്റീബിനുണ്ട്, ലിയാമേഡുണ്ട്, ജീന ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ പ്രിയ സഖിയുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എല്ലാം നടക്കുന്നത് സെൻറ്റ് പാട്രിക്സ് ചർച്ചിലാണ്. അപ്പോൾ സ്കൂളിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ചർച്ച് ഉള്ളത്. നമ്മൾ ഈ ചർച്ചിലേക്ക് എൻട്രി ചെയ്യണ സമയത്ത് കുട്ടികളുടെ പലവിധ പെയിൻറ്റിങ്സും പലവിധ കളറിങ്സുമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്നതാണ് സെൻറ്റ് പാട്രിക് ചർച്ചിൻ്റെ ഉൾവശം. പാരൻസും കുട്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വരുന്നത് വാവച്ചി, അതിന് തൊട്ട് പിന്നാലെ ദേ എഡ്വിൻ, അതിൻ്റെ പുറകിൽ ദേ ചാടി ചാടി വരുന്നതാണ് നമ്മുടെ വാവച്ചി സ്റ്റീബിൻ്റെ കുട്ടി. വാവച്ചിയുടെ രണ്ടാളുടെ പുറകിൽ വരുന്നതാണ് പൊന്നുണ്ണി, നമ്മുടെ ജോബിച്ചൻ്റെ കുട്ടി. അതിൻ്റെ പുറകിൽ തക്കും. ഈ നിന്ന് യോയോ പറയുന്നതാണ് നമ്മുടെ ജെയിംസേൻ്റെ കുട്ടി ജേക്കബ്. ആ വെള്ള ടീഷർട്ടൊക്കെ ഇട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ച് പോകുന്ന ആളെ കണ്ടില്ലേ, ആളാണ് നമ്മുടെ കുഞ്ഞൂസ്. ഈ പോകുന്നത് ജോലാപ്പിൻ്റെ ക്ലാസ് ടീച്ചറും അതുപോലെ തന്നെ ജോലാപ്പിൻ്റെ ഫ്രണ്ട്സുമാണ്. ദേ ആദ്യം വരുന്നത് ടാനിയാണ്, ടിബിച്ചേൻ്റെ കുട്ടി. ദേ വരുന്നു നമ്മുടെ സ്റ്റാർ ജോലാപ്പു. ജോലാപ്പിന് ഭയങ്കര നാണമായി. ദേ അടുത്ത സ്റ്റാർ വരുന്നു, ശുക്കുവിൻ്റെ സ്വന്തം കോക്കാച്ചി ചേട്ടൻ വാവട്ടി. വാവട്ടി യോയോ ഒക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. കുഞ്ഞൂസ് നേരത്തെ പോയപ്പോൾ വീഡിയോയ്ക്ക് പോസ് ചെയ്യാത്ത കാരണം ഇത്തവണ നല്ല പോലെ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് തന്ന്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് അവരിട്ടിരിക്കുന്നത് സെൻറ്റ് പാട്രിക് നേറ്റിവിറ്റി 2024 എന്നാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് പാരൻസും കുട്ടികളും എല്ലാവരും പള്ളിയുടെ ഉള്ളിൽ സന്നിധരാണ്. അപ്പോൾ കുട്ടികളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻട്രോ കൂടിയാണ്. അപ്പോൾ ഒരു കുട്ടി വന്ന് ഇൻട്രോ പറയാണ്. പിന്നീട് നമ്മുടെ ബൈബിളിൽ ഉള്ളതുപോലെ ഗബ്രിയേൽ മാലാഖ കൊടുക്കുന്ന മംഗളവാർത്തയാണ് പിന്നീട് ഇവർ കാണിക്കുന്നത്. ദൂതൻ മറിയത്തിനോടായി പറയുവാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി. നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം. ഓരോ സ്ക്രീൻ പ്ലേയുടെ ഇടയ്ക്കും ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടികളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇത് നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടികളുടെ പരിപാടിയാണ്. ഇതിൽ 2 വാവാച്ചിമാരും അതുപോലെ തന്നെ പൊന്നുണ്ണി, എഡ്വിൻ എല്ലാവരും ഉണ്ട്.
പിന്നീട് വീണ്ടും സ്ക്രീൻ പ്ലേയിലേക്ക് വന്നിരിക്കുകയാണ്. ജോസഫ് മറിയത്തെയും കൂട്ടി ബെത്ലഹേമിലേക്ക് പോകുന്ന ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നാണ് ഈ കുട്ടികളുടെ ഗിറ്റാർ വെച്ചിട്ടുള്ള ഈ ഒരു പാട്ട്. അടുത്തതായി നമ്മുടെ കുഞ്ഞൂസിന്റെ വൺ ഓഫ് അവർ ഫേവറേറ്റ് കുട്ടി ഈസ് ഓൺ ദ സ്റ്റേജ്. ബെത്ലഹേമിലേക്ക് എത്തിയ ജോസഫും മറിയവും പല പല വീടുകളിലെ വാതിലുകൾ മുട്ടുകയും ആരും അവർക്ക് അഭയം കൊടുക്കാതിരിക്കുകയും അതിനുശേഷം ഒരു കാലിത്തൊഴുത്തിൽ അഭയം കിട്ടിയതുമാണ് നമ്മൾ ഈ ഒരു സ്ക്രീൻ പ്ലേയിൽ കാണുന്നത്. Baby, you mean now? Yes, like any minute. But there are no rooms there. But I guess you can stay on the stairs. Watch out for the donkey. He snores. We'll take it. Thank you. Thank you so much. Yeah. Good luck with the baby and the donkey. So Joseph was married to this lady. Yes, he did. And before long, in that humble little barn, Mary gave birth to a baby boy. His name is Jesus. Though I look out in the nature too. Right, Joseph? Jesus is her. ഈ വരുന്ന മഞ്ഞക്കിളികളെല്ലാം റൂം നമ്പർ 5-ൽ നിന്നാണ്. ഇതിൽ നമ്മുടെ കുട്ടൂസും എറീക്കയും അതുപോലെ തന്നെ ഹൈക്കുട്ടിയും ഉണ്ട്. ഓരോ പരിപാടികൾ കഴിയുമ്പോഴും കാണികളുടെ ആ ഒരു അപ്രിസിയേഷൻ, പ്രത്യേകിച്ച് ഈ ഇരിക്കുന്ന ഈ ഒരു ടീച്ചർ, എനിക്ക് തോന്നുന്നു ഈ ടീച്ചറാണ് ഇവരെല്ലാം ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓരോ പരിപാടി കഴിയുമ്പോഴും ആള് നല്ല പോലെയാണ് കുട്ടികളെ എൻകറേജ് ചെയ്യുന്നത്. തുടർന്ന് ദൂതൻ ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. I told you something big was happening. You'll find them wrapped in swaddling clothes, lying in a manger. അടുത്തതായി റൂം 11-ൽ നിന്നും മലയാളീസായ അനസ്ക, ജേക്കബ്, എയ്സ, കൊച്ചുണ്ണി ഇവരുടെ പ്രോഗ്രാമാണ്. പിന്നീട് ആട്ടിടയന്മാർ യേശുവിനെ സന്ദർശിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം റൂം 3-ൽ നിന്നും മലയാളിയായ ആൻഡ്രിയ ഉൾപ്പെടുന്ന കുട്ടികളുടെ ഒരു പ്രോഗ്രാമായിരുന്നു.
തുടർന്ന് വരുന്നത് ജ്ഞാനികളുടെ സന്ദർശനമാണ്. പൊന്ന് മീറ കുന്നിരിക്കം ഈ ഒരു ഗിഫ്റ്റാണ് ഇവർ കൊടുക്കുന്നത്. ഇനിയാണ് സൂപ്പർ സ്റ്റാറുകളുടെ വരവ്. റൂം നമ്പർ 9 നിന്നും ടാനിയ, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ജൂലാപ്പു വാവുട്ടി. തുടക്കം കണ്ടപ്പോൾ അതൊരു ആക്ഷൻ സോങ് ആയിട്ടും കോമഡി ആയിട്ടൊക്കെ തോന്നിയെങ്കിലും അവരുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ അത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഞെട്ടിച്ച് കളഞ്ഞു. പിന്നീട് വന്ന റൂം 10 ഈ ഒരു പ്രോഗ്രാം അതും നമ്മളെ അങ്ങോട്ട് ഞെട്ടിച്ച് കളഞ്ഞു. നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടന്നേക്കുവാണ്. ഇതിൽ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരുമാണ് ഇതിനകത്തുള്ളത്. ഇതിൽ നമ്മുടെ പൊന്നൂസും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയും ഉണ്ട്.
നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികൾ മാത്രമായിരിക്കും സ്റ്റേജിൽ കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. അതായത് ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അവരെല്ലാം ആ ഒരു സ്റ്റേജിൽ കാണുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ഇതുപോലെ സ്റ്റേജിൽ കാണുമ്പോഴല്ലേ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനായിട്ട് നേതൃത്വം വഹിച്ച എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇത് കാണാനായിട്ട് അവസരം ഒരുക്കി തന്ന സ്കൂൾ മാനേജ്മെൻറ്റിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രോഗ്രാം കഴിയും കാത്തു നിന്നില്ല. ശുക്കുവാണെങ്കിൽ ഓടിച്ചെന്ന് ഉണ്ണിയുടെ ഒക്കത്ത് കയറി ഇരിപ്പായി. അങ്ങനെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്.